ഹായ്, വെൽക്കം ബാക്ക്. സോ നമ്മളെ കോഴ്സിൻ്റെ സെക്കൻഡ് അസൈൻമെൻ്റ് ആണ് ഈ ഒരു ലെക്ചറിൽ നമ്മൾ കാണുന്നത്. ഫംഗ്ഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളതിൻ്റെ കുറച്ച് അസൈൻമെൻറ്റ്സ് ആണ് നമ്മളിവിടെ കാണുന്നത്. സോ സിമ്പിളായിട്ടുള്ള ഒരു 3 അസൈൻമെൻ്റ് ആണ് ഈ ലെക്ചറിൽ നമ്മൾ ചെയ്യുന്നത്. സോ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളൊരു പേഴ്സണെ ഗ്രീറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ്. അതായത് ഒരു പേഴ്സൻ്റെ ഒരു പേര് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ഹലോ ദാറ്റ് പേഴ്സൺ നെയിം ഹൗ ആർ യു എന്നുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഒരു മെസ്സേജ് പ്രിൻ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള ഒന്നാണ്. സോ നമുക്ക് ആദ്യം ആ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഗ്രീറ്റ് പേഴ്സൺ എന്ന് പറയുന്ന ഒരു പേരാണ് കൊടുക്കുന്നത്. ഇനി ഈ ഫംഗ്ഷനകത്തേക്ക് എനിക്ക് ആർഗ്യുമെൻറ്റ്സ് കൊടുക്കണം. സോ ഞാനിവിടെ ആ ഒരു വേരിയബിളിന് നെയിം എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, നെയിം എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. എന്താണോ ആ നെയിമിൽ കൊടുക്കുന്നത് അതിൽ എനിക്ക് ഗ്രീറ്റിംഗ് മെസ്സേജ് വരണം. പ്രിൻ്റ് ചെയ്ത് കാണിക്കേണ്ടത് ഒരു ഗ്രീറ്റിംഗ് മെസ്സേജാണ് പ്രിൻ്റ് ചെയ്ത് കാണിക്കേണ്ടത്. സോ ഇവിടെ ഞാൻ പ്രിൻറ്റിങ്ങിൻ്റെ ഒരു വേറെ മെത്തേഡാണ് കാണിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച പ്രിൻറ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്താലും മതി. ഇവിടെ ഞാൻ വേറൊരു മെത്തേഡ് കാണിക്കുകയാണ്. സോ പ്രിൻ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡിനകത്ത് നമുക്ക് എഫ് സ്ട്രിങ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതാണ് ഞാനിവിടെ കാണിക്കുന്നത്. സാധാരണയാണെങ്കിൽ നമ്മൾ കോഡ്സിനകത്ത് ആ മെസ്സേജ് എന്താണോ എന്ന് നമ്മൾ കൊടുക്കും. നമ്മളിവിടെ ഹലോയ്ക്ക് ശേഷം കോമയോ പ്ലസ്സോ കൊടുത്തതിന് ശേഷം നെയിം എന്ന് പറയുന്ന ആ വേരിയബിൾ പാസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഹലോ നമ്മളിവിടെ നെയിം എന്താണോ കൊടുക്കുന്നത് അത് വരികയാണ് ചെയ്യുക. ഇവിടെ ഞാൻ മറ്റൊരു മെത്തേഡും കൂടെ കാണിക്കുകയാണ് നമുക്ക് പ്രിൻറ്റിനകത്ത് യൂസ് ചെയ്യുന്നത്. അത് എഫ് സ്ട്രിങ് മെത്തേഡ് എന്നാണ് നമ്മളതിന് പറയുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് എഫ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ വെറുതെ എഫ് എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ കൊടുക്കണം. അതിന് ശേഷം സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ എൻ്റെ മെസ്സേജ് എന്ന് പറയുന്നത് ഹലോ, ദെൻ എനിക്ക് വരേണ്ടത് ആ പേഴ്സൻ്റെ പേരാണ്. സോ എനിക്കിവിടെ ഈ കൊടുത്തിട്ടുള്ള നെയിം എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ വരണം. സോ ഈ സ്ട്രിങ്ങിനകത്ത് തന്നെ എനിക്ക് ആ നെയിമിൻ്റെ വേരിയബിൾ കൊടുക്കാം വിത്തിൻ ഡബിൾ ബ്രാക്കറ്റ്. ഓക്കെ, സോ ഞാനിവിടെ ആ നെയിം എന്ന് കൊടുത്തു. അതിന് ശേഷം ഈ സ്ട്രിങ്ങിനകത്ത് തന്നെ ജസ്റ്റ് ഒരു എക്സ്ക്ലമേറ്ററി മാർക്ക് കൊടുത്തതിന് ശേഷം ഹൗ ആർ യു എന്ന് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യണം. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ എഫ് സ്ട്രിങ് എന്ന് പറയുക. ഇവിടെ നമ്മൾക്ക് നെയിമിന് പകരം സംതിങ് എൽസ് ഏജ് കൊടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ഈ സ്ട്രിങ്ങിനകത്ത് തന്നെ നമുക്ക് ഏജ് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഏജും ഇതേപോലെ ഡബിൾ ബ്രേസസ് വെച്ചിട്ട് യൂസ് ചെയ്യാം. ഓൺലി തിങ് നമ്മളിവിടെ ഫ്രണ്ടിൽ ഈ എഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാരാമീറ്റർ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ഫംഗ്ഷൻ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ആ ഫംഗ്ഷൻ കോൾ ചെയ്യണം. സോ ഫംഗ്ഷൻ്റെ പേരാണ് ഗ്രീറ്റ് പേഴ്സൺ. ദെൻ ബ്രാക്കറ്റിനകത്ത് ഞാൻ എന്തെങ്കിലും ഒരു നെയിം കൊടുക്കുകയാണ്. സപ്പോസ് രാജു എന്നുള്ളൊരു പേര് കൊടുക്കുകയാണെന്ന് വിചാരിക്കാം. സോ ജസ്റ്റ് ആ ഫംഗ്ഷൻ കോൾ ചെയ്തു. അതിനുശേഷം എന്ത് പേരാണോ കാണിക്കേണ്ടത് അത് ഞാനിവിടെ കൊടുത്തു. ഇനി ഞാനൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കിവിടെ കാണുന്നുണ്ട് ഹലോ രാജു എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. സോ ഈ പേര് ഞാൻ മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് റൺ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം ആ പേര് ഇവിടെ മാറിയിട്ടുണ്ട്. സോ ആ ഒരു ഗ്രീറ്റിംഗ് മെസ്സേജിൻ്റെ ഒരു സിമ്പിൾ ഫംഗ്ഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്. ഓക്കെ, ഇനി അടുത്ത അസൈൻമെൻ്റ് എന്ന് പറയുന്നത് ഒരു ALU പോലെ ഒരു ഫംഗ്ഷനാണ്. അതായത് നമ്മൾ ഏതെങ്കിലും 2 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ നമ്പറിൻ്റെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ അങ്ങനെയുള്ള ഓപ്പറേഷൻസുകളെല്ലാം കാണിച്ചുകൊണ്ട് തരുന്ന ഒരു ഫംഗ്ഷൻ. ഓക്കെ, സോ അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മളൊരു ഫംഗ്ഷൻ കൊടുത്തിട്ട് അതിനകത്ത് 2 നമ്പേഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ നമ്പറിൻ്റെ എല്ലാ റിസൾട്ടുകളും ആഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇതിൻ്റെ റിസൾട്ട് എല്ലാം തരുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഫംഗ്ഷനകത്ത് 5 and 2 എന്ന് പറയുന്ന 2 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഞാനിത് റൺ ചെയ്യുകയാണെങ്കിൽ എനിക്കിങ്ങനെ കാണും സം ഈസ് 7, ഡിഫറൻസ് ഈസ് 3, മൾട്ടിപ്ലിക്കേഷൻ ഈസ് 10 ആൻഡ് ഡിവിഷൻ ഈസ് 2.5. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരു ഫംഗ്ഷനാണ് നമ്മൾ മേക്ക് ചെയ്യേണ്ടത്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുക ഈ വീഡിയോ നിങ്ങളിവിടെ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ ഒന്നുകൂടെ കാണുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെ എഴുതുന്നുള്ളത് നമുക്കിവിടെ ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്. നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് മൈ ഫൺ എന്ന് പറയുന്നൊരു പേര് കൊടുക്കുകയാണ്. ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്തു. ഇതിനകത്താണ് എൻ്റെ ആർഗ്യുമെൻറ്റ്സ് ഞാൻ കൊടുക്കുന്നത്. സപ്പോസ് ഞാനിവിടെ x, y എന്ന് പറഞ്ഞ 2
വേരിയബിളായിട്ടും കൊടുക്കുന്നത്. ദെൻ പുട്ടിങ് കോളം. ഇനി ഇതിനകത്താണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ എഴുതാൻ പോകുന്നത്. സോ എനിക്ക് ആദ്യം സമ്മ് കാണണം. സോ ഞാനിവിടെ സം എന്ന് പറയുന്നൊരു വേരിയബിളിനകത്തേക്ക് രണ്ട് തമ്മിലുള്ള അഡീഷൻ കൊടുക്കുകയാണ്. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന റിസൾട്ട് സമ്മിലേക്ക് കൊടുത്തു. സോ ഇനി എനിക്ക് ഈ റിസൾട്ട് ഒന്ന് പ്രിൻ്റ് ചെയ്യണം. സോ ഞാനൊരു മെസ്സേജ് പോലെ ഇവിടെ ടൈപ്പ് ചെയ്യാണ്. കോഡ്സിനകത്ത് ഞാൻ മെസ്സേജ് പ്രിൻ്റ് ചെയ്യാണ്. ദ സം ഈസ് ഓക്കെ. ഇനി ഇവിടെ കോമ കൊടുത്തിട്ട് എൻ്റെ ആ വേരിയബിൾ ഞാനിവിടെ കൊടുക്കുകയാണ്. ഓക്കെ. സോ ഈ സമ്മ് കഴിഞ്ഞു. ഇനി ഇതേപോലെ തന്നെ എനിക്കിനി ഡിഫറൻസ്, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ 3 വേണം. സോ ഞാൻ ജസ്റ്റ് ഇതൊന്ന് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തിട്ട് ഇവിടെ ഞാൻ ഡിഫ് എന്ന് കൊടുക്കുകയാണ്. ആൻഡ് ഇറ്റ് ഈസ് എക്സ് മൈനസ് വൈ ആൻഡ് ദ ഡിഫറൻസ് ഈസ് ഇവിടെ ഡിഫ് എന്ന് കൊടുക്കാം. ഓക്കെ. സിമിലർലി സെയിം മെത്തേഡ് തന്നെയാണ്. ഇനി ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷനാണ് വേണ്ടത്. സോ എക്സ് ഇൻറ്റു വൈ. ഈ ഓപ്പറേറ്റേഴ്സൊക്കെ നമ്മൾ മുമ്പുള്ള ലെക്ചേഴ്സിൽ പഠിച്ചതാണ്. ആൻഡ് ഇവിടെ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് കൊടുക്കാം? MUL കൊടുക്കാം. അതേപോലെ തന്നെ ഡിവിഷൻ നമുക്ക് എത്ര എണ്ണം ഉണ്ടോ അത്രയും നമുക്ക് കൊടുക്കാം. ഇനി ഡിവ് എന്ന് പറയുന്ന വേരിയബിളാണ് കൊടുക്കുന്നത്. ആൻഡ് x/y. ഓക്കെ. സോ നമുക്ക് ഡിവിഷൻ കിട്ടും. ആൻഡ് ഇവിടെ ഡിവിഷൻ ഈസ് എന്ന് പറഞ്ഞിട്ട് ഡിവ് എന്നും കൊടുക്കാം. ഓക്കെ. സോ നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് ചെയ്യണമോ അതൊക്കെ നമുക്കങ്ങനെ ചെയ്യാം. ഇറ്റ് ആക്ട് ലൈക്ക് ആൻ ഒരു ALU പോലെ, ഒരു അരിത്തമെറ്റിക് ലോജിക് കാൽക്കുലേറ്റർ പോലെ നമുക്ക് എത്ര വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി ഇതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഈ ഫംഗ്ഷനകത്തുനിന്ന് പുറത്തിറങ്ങുക. ഞാൻ ഈ ഇൻറ്റൻറ്റേഷൻ കളഞ്ഞിട്ടാണ് പുറത്തിറങ്ങിയത്. ഓക്കെ. പൈതണിനകത്ത് ഇൻറ്റൻറ്റേഷൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ബ്ലോക്കിൽ നമ്മൾ പുറത്തിറങ്ങി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഫംഗ്ഷൻ കോൾ ചെയ്യണം. സോ മൈ എന്നാണ് എൻ്റെ ഫംഗ്ഷൻ്റെ പേര്. ദെൻ ബ്രാക്കറ്റിനകത്ത് ഐ എം പുട്ടിങ് സം നമ്പേഴ്സ് ലൈക്ക് 5,4 എന്ന് പറയുന്ന 2 നമ്പേഴ്സ് കൊടുക്കുകയാണ്. ഇനി നമുക്കൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ കിട്ടുന്നുണ്ട് ദ സം ഈസ് 9, ദ ഡിഫറൻസ് ഈസ് 1, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. എല്ലാ വാല്യൂസും ഇവിടെ കാണും. സോ ഇതുപോലെയാണ് നമ്മളൊരു സിമ്പിൾ കാൽക്കുലേറ്ററിൻ്റെ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നത്. ഓക്കെ. സോ ഇനി അടുത്തതെന്ന് പറയുന്നത് പാലിൻഡ്രോം ആണ്. സോ പാലിൻഡ്രോം എന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മളുടെ ഈ മലയാളം എന്ന് പറയുന്ന വേർഡൊക്കെ പാലിൻഡ്രോമാണ്. അതായത് ലെഫ്റ്റിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാലും റൈറ്റിൽ നിന്ന് വായിച്ചു കഴിഞ്ഞാലും സെയിം സാധനം തന്നെ ആയിരിക്കും. അതായത് മലയാളം എന്ന് പറയുന്ന വേർഡിൻ്റെ ഫസ്റ്റും ലാസ്റ്റും ലെറ്റർ M ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് ലാസ്റ്റ് ലെറ്റർ A ആണ്. സോ രണ്ട് സൈഡിൽ നിന്ന് വായിച്ചാൽ നമുക്ക് ഒരേപോലെ കിട്ടുന്ന, ഇപ്പോൾ ജലജ എന്ന് പറയുന്ന വേർഡ്. സോ അതേപോലെ പാലിൻഡ്രോമായിട്ട് വരുന്ന സ്ട്രിങ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ പൈതണിനകത്ത് എങ്ങനെ എഴുതുന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഇനി കാണാൻ പോകുന്നത്. ഓക്കെ. സോ അതെങ്ങനെ ചെയ്യുന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ തന്നിരിക്കുന്ന ഒരു സ്ട്രിങ് പാലിൻഡ്രോം ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. സോ ഈസ് പാലിൻഡ്രോം എന്നാണ് ഞാനതിന് പേര് കൊടുക്കുന്നത്. ആൻഡ് ബ്രാക്കറ്റിനകത്ത് ഞാൻ ആർഗ്യുമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാണ്. സോ സ്ട്രിങ് എന്ന് തന്നെ നമുക്ക് പേര് കൊടുക്കാം. then അത് കോളൻ കൊടുത്തു. ഇനി ഞാനിവിടെ ചെയ്യുന്നത് ഒരു ചെക്കിംഗ് ആണ്. സോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത 2 ഫംഗ്ഷൻ പോലെ കുറച്ച് സിമ്പിൾ അല്ല. അവിടെ ഒരു കമ്പാരിസനും ചെക്കിങ്ങും, ഓരോ ലൂപ്പിലും ചെക്കിങ് നമുക്ക് യൂസ് ചെയ്യണം. ഫസ്റ്റ് സ്ട്രിങ് എടുക്കണം, ലാസ്റ്റ് സ്ട്രിങ് എടുക്കണം, എന്നിട്ട് 2 കമ്പയർ ചെയ്യണം. അതേപോലെ സെക്കൻഡ് സ്ട്രിങ് എടുക്കണം, സെക്കൻഡ് ലാസ്റ്റ് സ്ട്രിങ് എടുക്കണം, കമ്പയർ ചെയ്യണം. അങ്ങനെ ഓരോന്ന് കമ്പയർ ചെയ്തിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രമായിരിക്കണം എന്ത് പാലിൻഡ്രോം ആണെന്ന് പറയേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ജസ്റ്റ് 2 പാരാമീറ്റേഴ്സ് ജസ്റ്റ് കൊടുക്കാം കമ്പാരിസന് വേണ്ടിയിട്ട്. ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാല്യൂ കൊടുക്കുകയാണ്, അതിന് 0 എന്ന് കൊടുത്തു. അതേപോലെ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വേരിയബിൾ കൊടുക്കുകയാണ്, അതിന് എനിക്ക് ഏറ്റവും ലാസ്റ്റിലുള്ള നമ്പറാണ് കൊടുക്കേണ്ടത്. സോ ഇവിടെ ലെഫ്റ്റ് ഞാൻ 0 കൊടുത്തത് കൊണ്ട് തന്നെ ഞാൻ കൊടുക്കുന്നതിന് തൊട്ട് മുമ്പുള്ള വാല്യൂ ആയിരിക്കണം വരേണ്ടത് അല്ലേ. സോ ഞാനവിടെ കൊടുക്കുന്നത് എൻ്റെ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എത്രയാണോ അതിൽ നിന്ന് ഒന്ന് കുറച്ചാലാണ് എനിക്ക് ആ വാല്യൂ കിട്ടുക അല്ലേ. സോ ഞാനിവിടെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്. പൈതണിനകത്ത് ഇൻബിൽട്ട് ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് len എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ. ദെൻ അതിനകത്ത് ഞാൻ ഈ കൊടുത്തിട്ടുള്ള
സ്ട്രിങ് കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ എനിക്ക് സ്ട്രിങ് എത്രയാണ് അതിൻ്റെ ലെങ്ത്ത് എന്നുള്ളത് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ വേണമെങ്കിൽ ഒന്ന് കാണിച്ചു തരാം. പൈതണിനകത്തേക്ക് ഞാൻ കയറുകയാണ്. ആൻഡ് LN എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് മേ ബി ഇതിനകത്തേക്ക് ഞാനൊരു സ്ട്രിങ് കൊടുക്കുകയാണ്. സപ്പോസ് എൻ്റെ പേര് തന്നെ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. മനു എന്ന് പറയുന്ന പേര് കൊടുത്തു, ക്ലോസ് ചെയ്തു, ദെൻ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് 4 ആണ് കിട്ടുന്നത്. സോ ഇവിടെ MANU എന്ന് പറഞ്ഞ 4 ലെറ്റേഴ്സാണുള്ളത്. സോ എനിക്ക് ടോട്ടൽ ലെങ്ത്ത് 4 ആണ് കിട്ടുക. സോ അതുപോലെ തന്നിരിക്കുന്ന സ്ട്രിങ്ങിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് LN എന്ന് പറയുന്ന ഇൻബിൽറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇത് എനിക്ക് ഡയറക്റ്റ് കൊടുത്താൽ പോരാ, നമ്മളുടെ ലെഫ്റ്റ് 0 കൊടുത്തത് കൊണ്ട് തന്നെ നമ്മളിവിടെ -1 കൊടുക്കണം. സ്ട്രിങ് കൊടുക്കുന്നത് ചിലപ്പം ചില ആൾക്കാർ ക്യാപ്സും സ്മോളും ആയിട്ടൊക്കെ കൊടുക്കും. ചിലപ്പോൾ ഫസ്റ്റ് ലെറ്റർ ക്യാപ്സ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കൊടുക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് മിസ്മാച്ച് വരാം. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ വേറൊരു ഫംഗ്ഷൻ കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. ദാറ്റ് ഈസ് സ്ട്രിങ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് ഈ സെയിം സ്ട്രിങ്ങിനെ നമ്മളൊന്ന് കൺഫേം ചെയ്യണം. കൊടുക്കുന്ന ലെറ്റേഴ്സ് എല്ലാം ലോവറായിട്ട് അസൈൻ ചെയ്യണം. ഇപ്പോൾ സപ്പോസ് ക്യാപിറ്റൽ ലെറ്ററിൽ ഒരാൾ കൊടുക്കുകയാണെങ്കിൽ ആ ക്യാപിറ്റൽ എല്ലാം കൂടെ ലോവറാക്കി വെച്ചതിന് ശേഷം നമ്മൾ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ് നമ്മൾ ഈ സ്ട്രിങ് ഡോട്ട് ലോവർ എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. ഓക്കെ, ഇത് ദെൻ ബ്രാക്കറ്റ് ഓപ്പൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമാൻഡിൽ ചെയ്യുന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ് എന്താണോ അതിനെ എല്ലാത്തിനെയും ലോവർ കേസിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇതിനെ അപ്പുറന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ക്യാപ്സിലേക്ക് മാറും. ഓക്കെ, സോ ഇവിടെ ഞാൻ ലെഫ്റ്റും റൈറ്റും എടുത്തു. ഇനി എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? ഒരു ലൂപ്പിലൂടെ പോവുകയാണ് വേണ്ടത്. അതായത് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എത്രയാണോ അത് ലൂപ്പിലൂടെ പോകണം. സോ നമുക്ക് എത്രയാണ് ലെങ്ത്ത് എന്നുള്ളത് അറിയില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു വൈൽ ലൂപ്പ് ആയിരിക്കും കുറച്ചുകൂടെ ഫീസിബിളായിട്ട് വരിക. സോ വൈൽ ലൂപ്പ് കൊടുക്കുമ്പോൾ നമുക്കറിയാം വൈൽ ലൂപ്പിൽ എപ്പോഴും കണ്ടീഷൻ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ വൈൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. സോ നമുക്കവിടെ ഒരു കണ്ടീഷൻ കൊടുക്കാം, ലെഫ്റ്റ് ഈസ് ലെസ് ദാൻ റൈറ്റ്. ഈ ഒരു കണ്ടീഷൻ അവിടെ എക്സീഡ് ചെയ്യുന്ന സമയത്ത് വൈൽ ലൂപ്പിനകത്ത് നിന്ന് പുറത്തിറങ്ങും. നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഒരു ഇഫ് കണ്ടീഷനാണ് വരുന്നത്. ഇഫ് സ്ട്രിങ് ലെഫ്റ്റിലുള്ള 0th പൊസിഷനിലുള്ള സാധനം ചെക്ക് ചെയ്യണം. സോ ഇവിടെ ലെഫ്റ്റ് എന്ന് കൊടുക്കാം. അതായത് ഇപ്പോൾ സപ്പോസ് ഞാൻ മലയാളം എന്നുള്ളൊരു വേർഡാണ് വിച്ച് ഇസ് എ പാലിൻഡ്രോം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആദ്യത്തെ എമ്മും അവസാനത്തെ എമ്മും തമ്മിൽ കമ്പയർ ചെയ്യണം അല്ലേ. സോ ഇവിടെ ആദ്യം മലയാളത്തിൻ്റെ ഫസ്റ്റ് എം എന്ന് പറയുന്നത് 0th പൊസിഷനാണ്. സോ ലെഫ്റ്റ് എന്ന് പറയുന്നത് 0th പൊസിഷനിൽ കൊടുക്കുന്നു. ഈസ് നോട്ട് ഈക്വൽ ടു എന്ന് നമുക്ക് കൊടുക്കാം. ഈസ് ഈക്വൽ ടു ഈ സെയിം സാധനം വേണം നമുക്കൊന്നുകൂടെ കോപ്പി ചെയ്യാം. സോ ഈ സെയിം സാധനം കോപ്പി ചെയ്തിട്ട് ഇവിടെ ലെഫ്റ്റിന് പകരം നമുക്ക് എന്ത് എഴുതാം? റൈറ്റ് എന്ന് എഴുതാം. സോ ഞാൻ ഇവിടെ ചെക്ക് ചെയ്യാണ് ഫസ്റ്റ് ലെറ്ററും ലാസ്റ്റ് ലെറ്ററും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ കോളം കൊടുത്ത് എൻട്രി ആണ്. ഇഫിനകത്ത് വരുന്ന എന്തായിരിക്കണം റിട്ടേൺ ചെയ്യേണ്ടത്? റിട്ടേൺ ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കുക അല്ലേ. സോ പ്രിൻ്റ് കോഡ്സിനകത്ത് പ്രിൻ്റ് എന്താണ് കൊടുക്കേണ്ടത്? നോട്ട് പാലിൻഡ്രോം എന്നുള്ള ഒരു മെസ്സേജ് ജസ്റ്റ് കൊടുക്കാം. സോ ഇതിപ്പോൾ നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ എനിക്ക് പാലിൻഡ്രോം അല്ല എന്ന് കാണിക്കണം. ഇനി അതല്ല ഈക്വൽ ടു ആണെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? എൻ്റെ ഈ ലെഫ്റ്റ് ആദ്യത്തത് ഈക്വൽ ടു ആയി. ഇനി എനിക്ക് സെക്കൻഡ് ലെറ്ററും സെക്കൻഡ് ലാസ്റ്റ് ലെറ്ററും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഈ ലെഫ്റ്റ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യണം? 1 ഇൻക്രിമെൻറ്റ് ചെയ്യണം. സോ പ്ലസ് ഈക്വൽ ടു 1. അതേപോലെ റൈറ്റ് എന്ന് പറയുന്നത് പ്ലസ് ഈക്വൽ ടു 1. ഓക്കെ, സോ ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ലെഫ്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയി. ഇതെന്ന് പറയുന്നത് സെക്കൻഡ് ലാസ്റ്റ് ആവും. റൈറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ലാസ്റ്റ് ആവും. അത് തമ്മിൽ കമ്പയർ ചെയ്യും. കമ്പയർ ചെയ്തിട്ട് നോട്ടാണെങ്കിൽ അത് നോട്ട് പാലിൻഡ്രോം എന്ന് വരും, അല്ലെങ്കിൽ എഗെയിൻ ഇൻക്രിമെൻറ്റ് ചെയ്യും. അങ്ങനെ ചെയ്ത് എന്നിട്ട് ഇത് സാറ്റിസ്ഫൈ ആവുകയാണെങ്കിൽ നമ്മൾ എന്ത് റിട്ടേൺ ചെയ്യണം? റിട്ടേൺ നമുക്കൊരു പ്രിൻറ്റ് ഫംഗ്ഷൻ കൊടുക്കാം. പ്രിൻറ്റ് പാലിൻഡ്രോം എന്ന് നമുക്ക് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യാം. ഓക്കെ, സോ എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ ചെയ്തു. ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഇതിനകത്ത് നിന്ന് നമ്മൾ പുറത്തിറങ്ങുക. എന്നിട്ട് എന്താ ചെയ്യുക? ആ ഫംഗ്ഷൻ്റെ പേര് ഈസ് പാലിൻഡ്രോം, എന്നിട്ട് അതിനകത്ത് സ്ട്രിങ് നമുക്ക് കൊടുക്കാം. ആദ്യം നമുക്ക് എന്തെങ്കിലും പാലിൻഡ്രോം അല്ലാത്ത ഒരു സ്ട്രിങ് കൊടുക്കാം. ഒരു ABCD എന്ന് പറയുന്ന വെറുതെ ഒരു സ്ട്രിങ് കൊടുക്കുകയാണ്. ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ എനിക്കിവിടെ കാണുന്നുണ്ട് ഇറ്റ് ഈസ് നോട്ട് പാലിൻഡ്രോം. അതേ സമയത്ത് ഒരു പാലിൻഡ്രോം കൊടുക്കുകയാണെങ്കിലോ
മലയാളം എന്ന് പറയുന്നത് ഒരു പാലിൻഡ്രോമാണ് അല്ലേ? എം ദെൻ എ എൽ അല്ലേ? സോ ഇറ്റ്സ് എ പാലിൻഡ്രോം. സോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാൽ, സോ ഇവിടെ നമുക്ക് ഒരു എറർ വന്നിട്ടുണ്ട്. ഈ എറർ എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ പറയുന്നുണ്ട് സ്ട്രിങ് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറയുന്നുണ്ട്. അതായത് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിനകത്ത് ഈ ഇഫിനകത്താണ് വരുന്നത്. സോ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ കാണാം, ലെഫ്റ്റ് ഞാൻ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, റൈറ്റ് പക്ഷേ ഞാൻ ഇൻക്രിമെൻ്റ് അല്ലായിരുന്നു ചെയ്യേണ്ടത്, ഡിക്രിമെൻ്റ് ആയിരുന്നു ചെയ്യേണ്ടത്. അതായത് നമുക്ക് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കല്ല പോകേണ്ടത്. സോ ഇവിടെ ഞാൻ പ്ലസ് അല്ലായിരുന്നു കൊടുക്കേണ്ടത്, മൈനസ് ആയിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ റൺ ചെയ്യുമ്പം എനിക്ക് പാലിൻഡ്രോം എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതുപോലെയാണ് നമ്മൾ ആ പാലിൻഡ്രോമിൻ്റെ ഫങ്ഷൻ ചെയ്യുന്നത്. സോ നിങ്ങളൊന്ന് സ്വന്തം ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സ്വന്തം ചെയ്ത് എറർ വന്ന് ക്ലിയർ ചെയ്താലേ നമുക്ക് ആ പൈതൻ്റെ പ്രോഗ്രാമിംഗ് ഒക്കെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ട്രൈ ടു യുവർ സെൽഫ്. ഓക്കെ, സോ ഇത്രയാണ് ഈ ലെക്ചറിലുള്ളത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.